വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. സർ, നിർണായകമായ ഒരു നീക്കം മോദിക്കും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇടയിൽ സംഭവിച്ചിരിക്കുന്നു. മോദിയും പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിക്കുകയും പെസഷ്കിയാനെ ഔദ്യോഗികമായി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇക്കുറി ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ അതിഥിയായിരിക്കും മസൂദ് പെസഷ്കിയാൻ. ആയത്തുള്ള അലി ഖമനയി വധിക്കപ്പെട്ട ശേഷവും US ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷവും ഇന്ത്യ സ്വീകരിച്ച പല നിലപാടുകളും ഇന്ത്യ ഇറാൻ ബന്ധം വഷളാക്കിയെന്ന വിമർശനം നയതന്ത്ര തലത്തിൽ തന്നെ ശക്തമാകുന്നതിനിടയിലാണ് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ പുതിയൊരു നീക്കം നടക്കുന്നത്. അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും, എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ ആശങ്കയും നിലനിന്നിരുന്നു. അമേരിക്കയുമായും ഇസ്രായേലുമായുമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പങ്കെടുത്തേക്കില്ല എന്ന ഊഹാപോഹങ്ങളും വന്നതാണ്. ഇതിനിടയിലാണ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യ പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ വക്താക്കൾ സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് മോദി പെസഷ്കിയാനെ വിളിച്ചത്. മോദിയുടെ ഈ നയതന്ത്രത്തിന് പിന്നിൽ എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഇറാനിയൻ പ്രസിഡന്റ് ശ്രീ മസൂദ് പെസഷ്കിയാനും തമ്മിലെന്ത്? ഇതാണല്ലോ ചോദ്യം. പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവിറ്റേഷൻസ് കൈമാറി. ശ്രീ നരേന്ദ്രമോദിക്ക് പെസഷ്കിയാൻ ഒരു ഇൻവിറ്റേഷൻ നൽകി. തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഖബറടക്കത്തിൽ വന്ന് താങ്കൾ പങ്കെടുക്കണം. വ്യക്തിപരമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചതാണ്. ഏറ്റവും ഉന്നത സ്ഥാനീയനാണ്. പ്രസിഡന്റും പ്രധാനമന്ത്രിയുമാണല്ലോ പ്രോട്ടോകോൾ അനുസരിച്ച് ഏറ്റവും മുന്തിയ സ്ഥാനം അർഹിക്കുന്നത്. അതിന് പറ്റുന്ന ഒരു നിലയിലല്ല, പല കാരണങ്ങളാലാണ്. അതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. അത് ആ രീതിയിലാണ് വരുന്നത്. പ്രധാനമന്ത്രി ടെഹ്റാനിലേക്ക് ഇല്ല, അല്ലെങ്കിൽ ഖോം, ടെഹ്റാൻ, മഷാദ് ഈ 3 സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി തലത്തിൽ പങ്കെടുക്കില്ല, പ്രസിഡന്റ് തലത്തിലും പങ്കെടുക്കില്ല. വിദേശകാര്യമന്ത്രിയുടെ കാര്യത്തിലും കൃത്യത ഇല്ല, പക്ഷെ വിദേശകാര്യ സഹമന്ത്രി പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഗവർണർ പങ്കെടുക്കുന്നു. അപ്പോൾ അത് ഒരു സന്ദേശമാണ്. ഇതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് പാർലൻസിൽ ചില സന്ദേശങ്ങളാണ്. ക്ഷണിക്കുന്നു, ഒരു വ്യക്തിയെ ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ഒരാളെ വിടുന്നു, അല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ. ഇന്ത്യൻ സംഘമാണ് പോകുന്നത്, ഒരാൾ എന്ന നിലയിലല്ല. ഇന്ത്യ തീർച്ചയായും പ്രതിനിധീകരിക്കപ്പെടുന്നു എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ചരിത്രപരമായി സഹസ്രാബ്ദങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഇൻഡോ ഇറാനിയൻ റിലേഷൻഷിപ്പ് അത് തുടരേണ്ടതുണ്ട്. ഇപ്പോൾ സങ്കീർണമായ സാഹചര്യമാണ്. അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുന്നു, സമാധാന പ്രക്രിയ പാതി വഴിയിൽ എത്തി നിൽക്കുന്നു, പൂർണ്ണമായിട്ടില്ല. ഇസ്രയേലുമായി ഇന്ത്യക്കുള്ള സവിശേഷമായ ബന്ധം, അറബ് രാജ്യങ്ങൾ ഇറാൻ്റെ മിസൈലിൽ വർഷമേറ്റ് വല്ലാതെ തളർന്നിരിക്കുന്നു. അവരോടെല്ലാം തന്നെ ഈ ഓരോ സന്ദർശനവും മറ്റാരോടും മറുപടി പറയണ്ട എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിലൊക്കെ ചില മറുപടികൾ, ചില സൂചനകളായി വരേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി തലത്തിൽ പോകേണ്ടതില്ല തീരുമാനിക്കുന്നു. പക്ഷേ ഒരു മറു ഇൻവിറ്റേഷനിലൂടെ ശ്രീ നരേന്ദ്രമോദി പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് പെസഷ്കിയാനെയാണ് ക്ഷണിക്കുന്നത്. അതിന് പകരമാരെയും വിട്ടാൽ പോരാ. പെസഷ്കിയാൻ തന്നെയാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നയാൾ. ബ്രിക്സിൻ്റെ ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കേണ്ടത്. നേരത്തെ നടക്കേണ്ടതായിരുന്നു, അത് വൈകിപ്പോയി. അമേരിക്കൻ പ്രസിഡന്റ് സാന്നിധ്യമൊക്കെ ഒരു തുലാസിലായിരുന്നു. ഇപ്പോഴും ഉറപ്പില്ല അമേരിക്കൻ പ്രസിഡന്റ് അവിടെ വരുമോ എന്ന്. അമേരിക്കൻ പ്രസിഡന്റ് വരവ് ഉണ്ടാവുന്നില്ല. ബ്രിക്സിൽ അംഗമല്ലല്ലോ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വരവൊക്കെ അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ത്യയിൽ നടക്കാനുള്ളത് ബ്രിക്സ് സമ്മേളനമാണ്. അത് നമുക്കറിയാമല്ലോ. ഒറിജിനലി ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതായിരുന്നു ബ്രസീൽ. പിന്നീട് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബ്രിക്സിൽ പങ്കാളിയാകുമ്പോൾ അമേരിക്ക വിരുദ്ധ ഒരു കൂട്ടായ്മയാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതത്ര ലളിതമല്ല. അമേരിക്ക ഉയർത്തുന്ന ഡോളർ അധിഷ്ഠിതമായ ഒരു ലോകക്രമം, അതിന് ബദലുകൾ തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കുന്ന റഷ്യയും ചൈനയും ഇന്ത്യയും എല്ലാം സഹകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് പൂർണ്ണമായി അമേരിക്ക വിരുദ്ധമെന്ന് പറയാനാവില്ല എങ്കിലും അതിൽ ഇറാൻ കടന്നു വരുമ്പോൾ അത് മറ്റൊരു നിറമാണ് ഉണ്ടാവുക. പക്ഷേ ഇറാൻ്റെ പ്രസിഡന്റിനെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിക്കുന്നു. ആ ക്ഷണം ഏത് രീതിയിലാണ് സ്വീകരിക്കപ്പെടുന്നതെന്നറിയില്ല. ഇപ്പം ലേറ്റർ സെപ്റ്റംബറിലാണ് ഈ വർഷം അത് നടക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മാത്രമേ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സന്ദർശനം ഈ വർഷം ഉണ്ടാവില്ല എന്ന് ഏതാണ് സ്ഥിരീകരണം വരുന്നു. അടുത്ത വർഷമാണ് ഉണ്ടാകേണ്ടത്. ബ്രിക്സിൽ എന്താണ് തീരുമാനിക്കുന്നത്? ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ ചെന്ന് എന്താണ് പറയുക? ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുക? ബ്രിക്സിനെ സാഗൂതം വീക്ഷിക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട്
തന്ത്രപരമായ ഒരു ഇൻവിറ്റേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, വേണ്ട രീതിയിൽ ഇറാൻ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടപ്പോൾ വേണ്ട രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ആ വധത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇന്ത്യ അമാന്തിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ സമയമെടുത്തു. അപ്പം മാർച്ച് മാസം ഫെബ്രുവരി 28-നാണ് ആക്രമണം നടക്കുന്നത്. അലി ഖുമൈനി വധിക്കപ്പെടുന്നത് അന്നാണ്. അതിനുശേഷം 4-5 ദിവസം കഴിഞ്ഞ് 5-ാം തീയതിയാണ്, മാർച്ച് മാസം 5-ാം തീയതിയോ മറ്റുമാണ് ഇറാനിയൻ എംബസിയിൽ ചെന്നുകൊണ്ട് അവിടുത്തെ രജിസ്റ്ററിൽ തന്നെ, അനുശോചന രജിസ്റ്ററിൽ ഇന്ത്യ ഔപചാരികമായി ഒപ്പ് ചാർത്തപ്പെടുന്നതും അനുശോചനം അറിയിക്കുന്നതും അപ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരാഴ്ച വൈകി അറിയിച്ച അനുശോചനത്തിൻ്റെ പിന്നിലും ഒരു സന്ദേശമുണ്ട്. അങ്ങനെ ചാടിക്കേറി ചെയ്യേണ്ട ഒരു കാര്യമല്ല അനുശോചനം പോലും എന്ന് ചിന്തിക്കുന്ന ഇടത്തു നിന്നും ശവസംസ്കാര ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ഇന്ത്യ തയ്യാറായി എന്ന് പറയുന്നത് ഒരു പുരോഗമനം തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങൾ മൾട്ടി ഡയമെൻഷനാണ്. ഒരു നിമിഷം കൊണ്ട് അമേരിക്ക കണ്ണുരുട്ടിയത് കൊണ്ടോ, ഗൾഫ് രാജ്യങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും എന്നതുകൊണ്ടോ, ഇസ്രായേൽ പിണങ്ങും എന്നതുകൊണ്ടോ മാത്രം ഇറാൻ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഭാരതം എന്നതിൻ്റെ സൂചന കൂടിയാണ്. അതുകൊണ്ട് ഗ്രേറ്റ് ബാലൻസിങ് ആക്ട് അതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ, ഇസ്രായേൽ, അമേരിക്ക ഈ ബന്ധങ്ങളെല്ലാം സുഖമായി നിർത്തിക്കൊണ്ട് ഇറാനെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്താനും ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ടാണ് അതിനെ ഒരു സന്തുലിതമായ ഒരു വിദേശ നയത്തിൽ ഇറാന് അർഹമായ സ്ഥാനം ഇന്ത്യ കൊടുക്കുന്നു എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും ഇന്ത്യക്കും ഇറാനും ഇടയിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഇന്ത്യ ഇറാൻ ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്നാണ് ഇതോടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇടക്കാലത്തെ ഈ ചബഹാർ തുറമുഖവുമായുള്ള ബന്ധം അവസാനിക്കുന്നു എന്ന തരത്തിലടക്കമുള്ള ഊഹാപോഹങ്ങൾക്കും ഇതോടെ അറുതിയാകുകയാണോ? പാകിസ്ഥാനിലെ ഗോദർ ആഴക്കടൽ തുറമുഖം ഇന്ത്യയെ പൂട്ടാനായി ചൈന ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള പ്രതിവിധിയായാണല്ലോ ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യ ഇറാൻ ബന്ധം ദൃഢമാകുന്നത് ചൈനയ്ക്കുള്ള ഒരു കൊട്ടുകൂടിയാകുമോ? മധ്യ ഏഷ്യയിലേക്കുള്ള ഒരു കവാടം ഇന്ത്യ മഹാസമുദ്രത്തിൽ നിന്നും അറബിക്കടൽ വഴി ഏതെങ്കിലും ഒരു തുറമുഖത്തേക്ക് എത്തുകയും, അത് ഇറാൻ്റെ തുറമുഖങ്ങളാണ്, പാകിസ്ഥാൻ തുറമുഖങ്ങൾ പറ്റില്ല. കാരണം പാകിസ്ഥാനുമായി അത്തരത്തിലുള്ള ഒരു സൗഹൃദം ഇന്ത്യക്കില്ല. അപ്പം ലാൻഡ് ലോക്ക്ഡായ കുറേ രാജ്യങ്ങളുണ്ട് സെൻട്രൽ ഏഷ്യയിൽ. കസാഖിസ്ഥാൻ, അവർക്കൊന്നും കടലില്ല. ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മേനിസ്ഥാൻ, കിർഗിസ്ഥാൻ, എന്തിന് ഇന്ത്യയുടെ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാൻ പോലും ലാൻഡ് ലോക്ക്ഡാണ്. ഇവിടങ്ങളിലേക്ക് ഇന്ത്യക്ക് റോഡ് മാർഗം എത്തണമെങ്കിൽ, കരമാർഗം എത്തണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് പാകിസ്ഥാൻ കടക്കാതെ പോകാനാവില്ല. അങ്ങനെയെങ്കിൽ പിന്നെയുള്ള ഏക വഴി സൗഹൃദ രാജ്യമായ ഇറാൻ്റെ തെക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു തുറമുഖത്തിൽ നിന്നും നേരെ റെയിൽ റോഡ് ആൻഡ് റോഡ് വഴി കണക്ടിവിറ്റി, അതാണ് സൗത്ത് നോർത്ത് കോറിഡോർ, അല്ലെങ്കിൽ നോർത്ത് സൗത്ത് കോറിഡോർ എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന ഒരു കോറിഡോർ. അതുവഴി മധ്യേഷ്യയിലേക്കും വേണ്ടി വന്നാൽ മോസ്കോ വരെ എത്താൻ ഒക്കുന്ന, റഷ്യ വരെ എത്താൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു പാത. ഈ പാത അനിവാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യസ് ലാർജർ സ്കീം ഓഫ് തിങ്സിൽ വളരെ നിർണായകമാണ്. കാരണം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് നീളുന്ന ഒരുപാട് നാരായവേലികളാൽ യോജിക്കപ്പെട്ട, ബന്ധിപ്പിക്കപ്പെട്ട സിൽക്ക് റൂട്ട്, അത് ചൈനയുടെ അഭിമാനമാണ്. പരമ്പരാഗത സിൽക്ക് റൂട്ടാണ്. അതിനെ ഇപ്പോൾ വൺ ബെൽറ്റ് വൺ റോഡ്, റോഡ് ആൻഡ് ബെൽറ്റ്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ വലിയ വാണിജ്യ സാധ്യതയാണ് ചൈന കാണുന്നത്. അതിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളുടെയും തുറമുഖങ്ങളെ വികസിപ്പിക്കുന്നു. ഈ തുറമുഖങ്ങളിൽ നിന്നും നാരായവേലികൾ പോലെ റോഡുകൾ ആ ഒരു ബെൽറ്റിലേക്ക് എത്തുകയാണ്, ആ ഒരു റോഡിലേക്ക്, സിൽക്ക് റൂട്ടിലേക്ക് എത്തുകയാണ്. അതിന് ബദലായി ഇന്ത്യക്കൊരു നീക്കം സാധിക്കണമെങ്കിൽ 2 മാർഗങ്ങളാണ്. ഒന്ന്, ഇന്ത്യ യൂറോപ്പ് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ്, അത് ഐമെക് എന്ന് പറയും. ഇത് 2023 സമ്മേളനത്തിൽ, G20 സമ്മേളനത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച വൻപൻ പദ്ധതിയാണ്, ആശയമാണ്. അപ്പോൾ യൂറോപ്യൻ വിപണികളിലേക്ക് ഇന്ത്യൻ ചരക്കുകൾ എത്താനും തിരിച്ചെത്താനും അങ്ങ് ആഫ്രിക്ക ഗുഡ് ഹോപ്പ് ചുറ്റി പോവുകയോ അല്ലെങ്കിൽ മധ്യധരണിയാഴിയിലേക്ക് ചെങ്കടൽ കടന്ന് സൂയസ് കനാലിലൂടെ പ്രവേശിക്കുകയോ ചെയ്യുന്നതിന് പകരം ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ, ഇസ്രായേൽ ഉൾപ്പെടെ, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു റെയിൽ, റോഡ് ആൻഡ് ഷിപ്പിംഗ് ലൈൻ, ഇതെല്ലാം ബന്ധിപ്പിച്ചുള്ള വൻപൻ പദ്ധതി. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇറാൻ്റെ തെക്കു ഭാഗത്തുള്ള തുറമുഖം ചബഹാർ എന്ന പ്രദേശം സ്വാഭാവിക തുറമുഖമാകാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്.
അത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി വൻതോതിൽ ഇന്ത്യൻ നിക്ഷേപത്തോടു കൂടി അത് വികസിപ്പിച്ചെടുത്താൽ ചബഹാർ ബിക്കംസ് എൻ ഇന്ത്യൻ കോൺക്ലേവ്. ഇന്ത്യയുടെ അധീനതയിൽ എന്ന് പറയാനാവില്ല എങ്കിലും ഇന്ത്യക്ക് സ്വാധീനമുള്ള ഒരു തുറമുഖം. അത് കേവലം ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗ്വാദർ തുറമുഖത്തിൽ നിന്നും 70 കിലോമീറ്റർ മാത്രം പടിഞ്ഞാറ് മാറിയാണ്. അപ്പം ചൈന പാകിസ്ഥാനിൽ തുറമുഖത്തിലൂടെ പിടിമുറുക്കുമ്പോൾ അപ്പം ചൈനീസ് തുറമുഖം അത് ഗ്വാദർ തുറമുഖത്തിൽ നിന്നും ബലൂചിസ്ഥാൻ മേഖലയിലൂടെ വടക്കോട്ട് നീളുന്ന പാതയിൽ അത് ചൈന വരെ എത്താം, എന്നിട്ട് കാരക്കോറം ഹൈവേയിലെത്താം, എന്നിട്ട് പാക് അധിനിവേശ കാശ്മീരിലൂടെ ചൈനയുടെ പ്രദേശത്തേക്ക് എത്താൻ കഴിയും. അതിന് ബദലായി ഇന്ത്യ കണ്ട സ്വപ്ന പദ്ധതിയാണ്. അതാദ്യം ഭംഗിയായി മുന്നോട്ട് പോയി. പിന്നീട് അമേരിക്കൻ ഉപരോധം വന്നു. ഇറാൻ 2010-15 കാലത്ത് ഉപരോധം വന്നു. ആ പണി നിർത്തിവെച്ചു. 2015 ഉപരോധം പിൻവലിക്കപ്പെട്ടപ്പോൾ വീണ്ടും നരേന്ദ്രമോദിയുടെ സർക്കാർ അത് വീണ്ടും പൊടിതട്ടിയെടുത്തു. ചബഹാർ വലിയ രീതിയിലുള്ള ഇന്ത്യൻ പമ്പിങ് ഓഫ് ഇന്ത്യൻ മണി ഇൻ ടു ചബഹാർ അതൊരു ഓപ്പറേഷനിലായി മാറി. ആ സമയത്താണ് വീണ്ടും ട്രംപിൻ്റെ കാലത്ത് ഉപരോധം വരുന്നതും. ആദ്യഘട്ടത്തിൽ ചബഹാറിനെ ഇന്ത്യ മേഖല എന്ന നിലയിൽ ഉപരോധത്തിൽ നിന്നും അമേരിക്ക ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ചബഹാറിലേക്കും ഉപരോധം നീങ്ങുകയാണ്. ഇപ്പോഴിതാ ഉപരോധമെല്ലാം സാവകാശം അവസാനിക്കുന്നു. ഹോർമൂസ് വീണ്ടും സുഗമമാകുന്നു എന്ന പ്രതീതിയാണ്. ഇപ്പോഴും അവിടെ വെടി ഒച്ചകൾ കേൾക്കാം എങ്കിലും ആ പ്രതീതിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചബഹാറിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധ ചെലുത്തണമെങ്കിൽ ഇറാനുമായുള്ള ബന്ധം അറുത്തു മുറിച്ചു മാറ്റാനാവില്ല. ചബഹാർ മാത്രമല്ലല്ലോ ബന്ധം, ഇറാൻ സ്വാഭാവികമായ അലയല്ലേ. പാകിസ്ഥാൻ ചർച്ചകളൊക്കെ നടത്തുന്നതിന് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനാണെങ്കിൽ പോലും പാകിസ്ഥാനുമായി അങ്ങനെ അങ്ങ് ചക്കരയും തേങ്ങാപ്പീരയും പോലെയുള്ള ബന്ധമൊന്നും ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഇല്ല എന്നതും ഇന്ത്യക്കറിയാം. അതുകൊണ്ട് പാകിസ്ഥാന് ബദലായി ആ പ്രദേശത്ത് ഒരു ഇന്ത്യയുടെ സൗഹൃദ രാജ്യം അഫ്ഗാനിസ്ഥാൻ വളരെ സൗഹൃദമുള്ള രാജ്യമാണ്. ഇപ്പോൾ അങ്ങനെ ആയിരുന്നില്ല പലപ്പോഴും, ഇപ്പോൾ അങ്ങനെയാണ്. ഇറാനുമായുള്ള ബന്ധം അറുത്തു മാറ്റാനാവില്ല പല കാരണങ്ങളാൽ, സ്ട്രാറ്റജിക് കാരണങ്ങളാൽ. അതുകൊണ്ടാണ് ചബഹാറിലേക്ക് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ശ്രദ്ധ തിരിയുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ടാണ് ഈ ശവസംസ്കാര ചടങ്ങിലൊക്കെ ഇന്ത്യ പങ്കെടുക്കും എന്നും ഇന്ത്യയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും പറയുന്നതിൻ്റെ കാരണം ആ ഒരു ബന്ധം നിലനിർത്തി തന്നെയാണ് ഇന്ത്യ പോകുന്നത്. ഇറാനുമായി ഒരു സ്വാഭാവിക ശത്രുതയും ഇന്ത്യക്ക് ഇല്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ബന്ധം ഇടക്കാലത്ത് ലേശം ഉലച്ചിലുണ്ടായി. കാരണം വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇറാനിയൻ കപ്പലിന് അവസാനം ഒരു സംരക്ഷണം ഇന്ത്യ നൽകി. കൊച്ചി തുറമുഖത്തൊരു സംരക്ഷണം കൊടുത്തു എങ്കിൽ പോലും ഒരു കപ്പൽ ഇന്ത്യൻ തീരത്ത്, ഇന്ത്യയുടെ ദക്ഷിണ പ്രദേശത്ത്, ഇന്ത്യ മഹാസമുദ്രത്തിൽ അമേരിക്ക ആക്രമിച്ച് മുക്കുന്നൊരു ഘട്ടം വരെ എത്തി. ഇന്ത്യ എന്ത് ചെയ്തു എന്നതൊക്കെ വലിയ ചോദ്യമാണ്. ഇതൊന്നും ഇറാൻ വലിയ വിഷയമായി എടുത്തു കാണുന്നില്ല. ഇപ്പോൾ ഉള്ളിൽ ഉണ്ടാവും, പക്ഷേ വലിയ തോതിൽ എടുത്തു കാണുന്നില്ല. പക്ഷേ ചില മുറിവുകളൊക്കെ ഉണക്കേണ്ടതുണ്ട്. അതിന് ഇങ്ങനെയുള്ള സന്ദർശനം, പെസഷ്കിയാൻ ഇന്ത്യ സന്ദർശനവും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ടെഹ്റാൻ സന്ദർശനവും ഒക്കെ കാരണമായേക്കാം എന്ന ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് മനസ്സിലുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുപോയി, ഈ ഇന്ത്യ ഇറാൻ ബന്ധം ശക്തമാകുമ്പോൾ അമേരിക്ക, ഇസ്രായേൽ ആ രാജ്യങ്ങൾ ഇതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുക? അവരുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഒപ്പം ഈ യുദ്ധശേഷം ലോകക്രമത്തിൽ മാറ്റം വരുന്നതിൻ്റെ സൂചനയായാണോ ഇതിനെല്ലാം കാണേണ്ടത്? ഒരു രാജ്യവുമായി ബന്ധമുള്ളതുകൊണ്ട് മാത്രം അവരെ എതിർക്കുന്ന മറ്റൊരു രാജ്യവുമായി ബന്ധം വേണ്ട എന്ന് വെക്കാൻ നമുക്കാവില്ലല്ലോ. ഇന്ത്യ ഇസ്രായേൽ ബന്ധമുണ്ട്. മുൻകാലങ്ങളിൽ വളരെ ദുർബലമായിരുന്നു ആ ബന്ധം. ഇപ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വർദ്ധിച്ചു വരുന്ന ഒരു ബന്ധമാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം. അതൊരു വസ്തുതയാണ്. സ്ട്രാറ്റജിക് ഒരു പാർട്ട്ണർഷിപ്പാണ്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പല സുരക്ഷാ വിഷയങ്ങളിലും നല്ല ഇൻപുട്ടുകൾ നൽകാൻ ഇസ്രായേലിന് കഴിയുന്നു. ആയുധ കച്ചവടം ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തീർച്ചയായും ഇപ്പോൾ ഇന്ത്യ ഫൈൻഡ് ഇസ്രായേൽ ആസ് എ ഗുഡ് അലായ്. അത് വളരെ ന്യായമാണ്. അതിനേക്കാൾ മുൻപ് തന്നെ നല്ല ബന്ധമുണ്ടായ രാജ്യമാണ് ഇറാൻ. അപ്പം ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന ഒറ്റ കാരണത്താൽ ഇസ്രായേലിൻ്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഇറാനുമായി ഇന്ത്യക്ക് ബന്ധം വേണ്ട എന്ന് പറയാനാവില്ല. ഇതിൻ്റെ പേരാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. ഇന്ത്യ തീരുമാനിക്കും ഏതെല്ലാം രാജ്യവുമായി ഏതെല്ലാം രീതിയിൽ ബന്ധമുണ്ടാവണം എന്ന തീരുമാനം പൂർണ്ണമായി ഇന്ത്യയുടെ പെർവ്യൂവിൽ വരുന്ന കാര്യമാണ്. അതാ മറ്റാരും അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല, മറ്റാർക്കും വിലക്കാനാവില്ല. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, അപ്പോൾ റഷ്യയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടല്ലോ, റഷ്യയുമായി കരാറുണ്ടല്ലോ, എണ്ണ വാങ്ങാൻ, ലാഭകരമായി എണ്ണ വാങ്ങാൻ, എണ്ണ ഇന്ത്യൻ റുപ്പി റഷ്യൻ റൂബിൾ ടേംസിൽ ഇറക്കുമതി ചെയ്തിരുന്നല്ലോ വലിയ തോതിൽ. ഒരുപക്ഷെ 38% എണ്ണ ഒരു സമയത്ത് 2 വർഷം മുൻപ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. അത് ഘട്ടം ഘട്ടമായി കുറച്ച് 20% നിജപ്പെടുത്തി കുറച്ചുകൊണ്ട് വരാൻ അമേരിക്കയുടെ ഒരു തീട്ടൂരം
കാരണമായില്ലേ എന്ന് ചോദിച്ചാൽ ആയി എന്ന് പറയാം. ചില വിട്ടുവീഴ്ചകൾ, ചില വഴങ്ങലുകൾ സംഭവിച്ചു. അതിൻ്റെ ന്യായാന്യായങ്ങൾ ചോദിച്ചാൽ അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് അനേകർ. ഞാനും അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷേ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഒരുപാട് സമവായങ്ങളുടെയും പാരസ്പര്യങ്ങളുടെയും ചില പൊണ്ണക്കാര്യങ്ങൾ കണ്ണടച്ച് അനുസരിക്കേണ്ടി വരും. അതൊരു ബലഹീനതയായി ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ ഒരു ശാന്തമായ സമീപനമായി കാണാം. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി പഴയ ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാനാവും എന്ന പ്രതീക്ഷയുടെ പ്രതിഫലനമായും അതിനെ കാണാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആ രീതിയിൽ നമ്മൾ വിമർശനം ഉന്നയിക്കുന്നത് ന്യായമല്ല. പക്ഷേ ഇന്ത്യ കുറച്ചുകൂടി, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, റഷ്യ വിഷയത്തിൽ ഇന്ത്യ കുറച്ചുകൂടി കർശനമായ നിലപാട് അമേരിക്കയോട് എടുക്കാമായിരുന്നു എന്നതാണ്. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയുമായി ഒരു കരാറിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ റഷ്യയുമായി കൂടുതൽ സഹകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ലഭിക്കാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങൾ കളയേണ്ടതില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പെയിൻഫുൾ ഡിസിഷനാണ്. അല്ല, റഷ്യയുമായുള്ള ചങ്ങാത്തം നിലനിർത്തുന്നു, ഇന്ത്യ ഇപ്പോഴും നിലനിർത്തുന്നു. അതേപോലെ തന്നെയാണ് ഇറാനുമായുള്ള സൗഹൃദം, ചങ്ങാത്തം നിലനിർത്തി തന്നെയാണ് പോകുന്നത്. ഒരു കാര്യം കൂടെ പറയാം. ഏത് രാജ്യത്തിനാണ്, ലോകത്ത് ഏത് രാജ്യത്തിനാണ് ഈ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളുമായും, ഇസ്രയേലുമായും, ഇറാനുമായും, അമേരിക്കയുമായും, റഷ്യയുമായും ഒരേപോലെയുള്ള ചങ്ങാത്തമുള്ളത്? അത് ഭാരതം മാത്രമാകുന്നു. വേറൊരു രാജ്യത്തിനും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു വിഭാഗത്തോട്, അമേരിക്കയോടും ഇസ്രയേലിനും വലിയ അടുപ്പമുണ്ടാകാം, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോടും അമേരിക്കയോടും ഇസ്രയേലിനോടും അടുപ്പമുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇറാൻ വിരുദ്ധ നിലപാടാണ്. അല്ലെങ്കിൽ റഷ്യയോടും ഇറാനോടും അടുപ്പമുണ്ടാകാം, അമേരിക്ക വിരുദ്ധ നിലപാടാണ്, ഇസ്രയേൽ വിരുദ്ധ നിലപാടാണ്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇന്ത്യ അവിടെയും പിടികൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന വിശാലമായ ഒരു പദ്ധതി, അതൊരു പോളിസിയാണ്. ചേരുചേരായ്മയൊക്കെ ഇപ്പോൾ അധികം പറയാത്തൊരു വാക്കാണ്. ഇപ്പോൾ പറയുന്നത്, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ആണിക്കല്ലായി പറയുന്നത്, ഒരു വളരെ ഫ്ലെക്സിബിൾ, നമുക്ക് മാത്രം നമ്മുടെ താല്പര്യമനുസരിച്ച്, നമ്മുടെ പരമാധികാരം, നമ്മുടെ താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റ്, ദേശീയ താല്പര്യമനുസരിച്ച് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സങ്കല്പമാണ് തന്ത്രപരമായ പരമാധികാരം, സ്ട്രാറ്റജിക് ഓട്ടോണമി ഇൻ ദി ഫോറിൻ പോളിസി ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ്. ഇതാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇത് ലോകഭൂപടം ഒന്നും മാറ്റിമറിക്കില്ല. ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേറ്റസ് കോ തുടരാനാണ് സാധ്യത. ഇന്നലെ വരെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യയുടെ അതേ നിലപാടുകൾ തന്നെയാവും യുദ്ധം കഴിഞ്ഞാലും. കാര്യമായ മാറ്റം ഇന്ത്യയുടെ നിലപാടുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്ത്യ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായില്ലല്ലോ ഗൾഫിലെ യുദ്ധത്തിൽ. ഇന്ത്യ പ്രശ്നപരിഹാരത്തിന് നേരിട്ട് ഇടപെട്ടില്ലല്ലോ. പക്ഷേ ഹോർമൂസ് സുഗമമാകണം. പെസഷ്കിയാനുമായി സംസാരിച്ചപ്പോഴും മോദി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹോർമൂസ് പ്രദേശം സുഗമമാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും വെസൽസിന്, കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാവുന്ന പാത ഒരുക്കണം. അത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റാണ്, ഇക്കണോമിക് ഇൻട്രസ്റ്റാണ്, എനർജി ഇൻട്രസ്റ്റാണ്. അത് ഇറാനോട് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പലപ്പോഴും വിമർശിക്കാൻ എളുപ്പമാണ്, ഇന്ത്യയുടെ നയത്തെ വിമർശിക്കാൻ എളുപ്പമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ സംയമനം പാലിച്ചു? ഇറാൻ വിഷയത്തിൽ എന്തുകൊണ്ട് എടുത്തടിച്ചതുപോലെ ചില നിലപാടുകൾ എടുത്തില്ല എന്ന് ചോദിച്ചാൽ, പിന്നെ എന്തുകൊണ്ട് നയതന്ത്ര അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യ ഒരു ചെറുവിരൽ അനക്കിയില്ല? പാകിസ്ഥാൻ ഈ നയതന്ത്ര മേശയിൽ ചെന്ന് മാനവും മഹത്വവും അങ്ങ് കൊണ്ടുപോയി ഇന്ത്യ മാറി നിന്ന് കളി കാണേണ്ടി വന്നു എന്നൊക്കെ വിമർശിക്കുന്നവരോട് ഒരു വാക്ക്. ഇന്ത്യയുടെ നയം അതല്ല, ഇടപെടൽ നയമല്ല, തേർഡ് പാർട്ടി മീഡിയേഷൻ എന്ന ഇന്ത്യയുടെ നിഘണ്ടുവിലില്ല. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനുമായി നമ്മൾ മധ്യസ്ഥതയിൽ അമേരിക്കയുടെയോ റഷ്യയുടെയോ ചൈനയുടെ മധ്യസ്ഥതയിൽ സംസാരിക്കേണ്ടതാണല്ലോ? ഇല്ലല്ലോ. പാകിസ്ഥാനുമായി നമ്മൾ സംസാരിക്കും, നേരിട്ട് സംസാരിക്കും. ഇന്ത്യ ബാധിക്കുന്ന, പാകിസ്ഥാനെ ബാധിക്കുന്ന നേരിട്ട് ഉള്ള വിഷയങ്ങൾ സംസാരിക്കും. അല്ലാതെ കാശ്മീരിൽ നമ്മൾ സംസാരിക്കില്ല. പക്ഷേ മറ്റു വിഷയങ്ങളിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അതേക്കുറിച്ച് എന്തിനാണ്, ഇന്ത്യയുടെ കൈവശമുള്ള ഒരു പ്രദേശത്തെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കേണ്ടത്? പക്ഷേ അവിടെയുള്ള തർക്കങ്ങളെക്കുറിച്ച്, അവിടെയുള്ള പരസ്പരമുള്ള നുഴഞ്ഞുകയറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെയുള്ള നിലപാടാണ് ഇന്ത്യ. അതാണ് ഉഭയകക്ഷി തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് നമ്മുടെ വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. അത് പെസഷ്കിയാനെ ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതുകൊണ്ട് ഇന്ത്യയുടെ നയത്തിൽ ഒരു ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. ഇടപെടാതിരിക്കൽ എന്ന നയം ഒരു ദൗർബല്യമായി, അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള ഒരു മാറിപ്പോക്കല്ല, മറിച്ച് ഈ നമ്മുടെ എനർജി ഇൻട്രസ്റ്റ് പരിപാലിക്കപ്പെടണം. നമുക്ക് ഊർജ്ജ ഉപാധികൾ ആവശ്യമാണ്. ഇറാനിൽ നിന്നുൾപ്പെടെ എണ്ണ നമുക്ക് വേണം, ലാഭകരമായി വേണം. ഇന്ത്യൻ റുപ്പി, ഇറാനിയൻ റിയാൽ, ആ ടേംസിൽ കച്ചവടം. ഡോളർ ഉപേക്ഷിച്ച് റിയാലിൽ കച്ചവടം, ഇന്ത്യൻ റുപ്പിയിൽ കച്ചവടം എന്താ മോശപ്പെട്ട കാര്യമാണോ? ഇപ്പോൾ UAE-യുമായിട്ട് UAE കറൻസിയിൽ തന്നെ ദിർഹാംസിൽ കച്ചവടം നടക്കുന്നു. ദിർഹാംസ് ആൻഡ് ഇന്ത്യൻ റുപ്പി, ഡോളർ അല്ല എന്ന് ഓർക്കണം. ഇതൊക്കെ
ഡോളറിനെ അതിരുവിട്ട് ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ച് കൊണ്ടുവരും. ഇതൊക്കെ സാധിക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ, ചില സമവായങ്ങൾ, ചില പാരസ്പര്യങ്ങൾ, ചില കാര്യങ്ങളിൽ ലേശം സംയമനം ഒക്കെ വേണ്ടി വരും എന്നൊരു പ്രായോഗിക ചിന്ത ആയിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയെ കൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് വിമർശനങ്ങൾക്ക് അതീതമൊന്നുമല്ല ഇന്ത്യയുടെ വിദേശനയം. പക്ഷേ ചില സാഹചര്യങ്ങൾ വിശദീകരിച്ചു എന്ന് മാത്രം. ഇന്ത്യ ഇറാനിയൻ റിലേഷൻഷിപ്പ് എക്കാലവും അഭംഗുരം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.